മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. Equimolar solutions of the following substances were prepared separately. Which of these will record the highest pH value? ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ pH വാല്യൂ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ pH വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 4 എണ്ണം നോക്കുമ്പോൾ BaCl2 ഒഴിച്ച് ബാക്കി എല്ലാവരും കാറ്റയോണിക് ഹൈഡ്രോളിസിസ് അണ്ടർഗോ ചെയ്യുമ്പോൾ അതെന്തായിട്ടായിരിക്കും മാറുന്നത്? ആസിഡ് ആയിരിക്കുമല്ലോ മാറുന്നത്. അപ്പോൾ BaCl2ന്റെ കേസിൽ BaCl2 എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും കൂടി ചേർന്നിട്ടല്ലേ മക്കളെ BaCl2 എന്ന് പറയുന്ന സോൾട്ട് ഫോം ചെയ്യുന്നത്. അതായത് BaOH എന്ന് പറയുന്ന ബേസും HCl എന്ന് പറയുന്ന ആസിഡും കൂടി ചേർന്നിട്ടാണ് BaCl2 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ pH എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ലേ മക്കളെ? അതായത് pH = 7 അല്ലേ? ബാക്കി എല്ലാവരുടെയും pH 7ന് കുറവാണ്, കാരണം അവർ തരുന്നത് ആസിഡിക് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ pH ഇതിനായിരിക്കും, ന്യൂട്രലായ BaCl2നായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ എന്നാൽ